മനസ്സറിഞ്ഞ് കൂടെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. അല്ലാഹു സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും റബ്ബേ നീ സലാമത്താക്കി തരണമല്ലാ. എന്തെല്ലാം തട്ടുമുട്ടലുകളുണ്ടോ, എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ, എല്ലാം നീ സ്വലാത്തുൽ ഫാത്തിഹിലൂടെ സലാമത്താക്കി തരണേ അല്ലാ. എന്തെല്ലാം പ്രയാസങ്ങൾ ഞങ്ങളെ ജീവിതത്തിലുണ്ടോ, എല്ലാം സ്വലാത്തുൽ ഫാത്തിഹിലൂടെ പരിഹരിച്ചു തരണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിലൂടെ പരിഹരിക്കണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിലൂടെ പരിഹരിക്കണേ അല്ലാ. പടച്ചവനേ, ഞങ്ങളെ രോഗങ്ങളെല്ലാം, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയുടെ രോഗമടക്കം ഞങ്ങളെ എല്ലാവരുടെ എല്ലാവിധ രോഗങ്ങളും സ്വലാത്തുൽ ഫാത്തിഹിലൂടെ ശിഫയാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വലാത്തുൽ ഫാത്തിഹിലൂടെ മക്കളെ തരണേ അല്ലാ. രോഗമെന്താണെന്നറിയാൻ ടെസ്റ്റ് ചെയ്ത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവനുണ്ട്. റബ്ബേ, ഒരു റാഹത്തുള്ള റിസൾട്ട് നൽകണേ അല്ലാ. കമന്റിലൂടെ ലക്ഷക്കണക്കിന് ദുആ വസിയത്ത് വരുന്നുണ്ട്. ഉസ്താദേ, ഞങ്ങൾ ഇന്ന പ്രശ്നത്തിലാണ്, ഞങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് എത്ര ആളുകളാണ്, എത്ര പ്രിയപ്പെട്ടവരാണ് ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അല്ലാ അല്ലാ അല്ലാ, എല്ലാം നീ സലാമത്താക്കണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നീ നൽകണേ അല്ലാ. പരിഹാരം നീ നൽകണേ അല്ലാ. പരിഹാരം നീ നൽകണേ അല്ലാ. പടച്ചവനേ, ഞങ്ങളെ തളർത്തല്ലേ നാഥാ. നിന്നിലേക്ക് ഉയർത്തുന്ന ഈ കരങ്ങള് പടച്ചവനേ, ഒരാളെ മുമ്പിലും നീ ഞങ്ങളെ തളർത്തല്ലേ നാഥാ. നീ ഞങ്ങളെ തളർത്തല്ലേ നാഥാ. മുഅ്മിനീങ്ങളെ, സ്വലാത്തുൽ ഫാത്തിഹ ഒരു 11 തവണ എല്ലാ പ്രിയപ്പെട്ടവരും ചൊല്ലുക. അല്ലാഹുവേ അല്ലാഹുവേ, ഈ പവിത്രമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ പവിത്രമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ സങ്കടങ്ങൾക്കും നീ പരിഹാരം നൽകണേ റഹ്മാനേ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ, എല്ലാവരും കൂടെ ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. അല്ലാഹുവേ, ഞങ്ങളെ ചൊല്ലുന്ന സ്വലാത്തുൽ ഫാത്തിഹ നീ കബൂലാക്കണം അല്ലാഹ്. ഈ മുഅ്മിനീങ്ങളുടെ മനസ്സിലുള്ള മുറാദിനെ ഹാസിലാക്കണേ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരുടെ കാര്യങ്ങളും റബ്ബനാനി ഫത്ഹാക്കി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. എല്ലാവരും രണ്ട് കൈയിലോനെ കണ്ണം തടവുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മഗ്ഫിർ ദുനൂബനാ വസ്തർ ഉയൂബനാ വതഹ്ഹിർ ഖുലൂബനാ. اللهم اغفر ذنوبنا واستر عيوبنا واغفر قلوبنا. اللهم اغفر ذنوبنا واستر عيوبنا وطهر قلوبنا. اللهم أنت تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم أحوالنا فأصلحها وتعلم ديوننا فعدها وتعلم أمراضنا فاشفها وتعلم حوائجنا فاقضها يا أرحم الراحمين. اللهم بارك لنا في جميع كل أمورنا وبارك لنا في تعلمنا وتعليمنا وبارك لنا في جميع ما أعطيتنا يا أرحم الراحمين. അല്ലാഹ് ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുക്കണം അല്ലാഹ്. ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ഇഖ്ലാസ് ഏറ്റണേ അല്ലാഹ്. ഈമാൻ ഏറ്റണേ അല്ലാഹ്. തഖ്വ ഏറ്റണേ അല്ലാഹ്. ആരോഗ്യം
ആഫിയത്ത് ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള എല്ലാ മുറാദുകളും റബ്ബേ നീ ഹാസിലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ മനസ്സിനെ അലട്ടുന്ന എല്ലാ ടെൻഷനുകളും റബ്ബേ നീ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹ് നീ സലാമത്താക്കണേ അല്ലാഹ്. എല്ലാ പരീക്ഷണത്തിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ സലാമത്താക്ക റബ്ബേ. നീ ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ ചൊരിഞ്ഞ് പക്ഷേ ഞങ്ങൾ നിന്നോട് നന്ദികേട് കാണിച്ച് നീ തന്ന നിഅമത്തുകൾ മുഴുവനും ഞങ്ങളതിന് പകരമായി ശുക്ർ ചെയ്തിട്ടില്ല. നീ തന്ന നിഅമത്തുകൾക്ക് പകരമായി ഞങ്ങൾ ശുക്ർ ചെയ്തിട്ടില്ല. അല്ലാഹുവേ നീ ഞങ്ങളെ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാഹ്. നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും വശളാക്കല്ലേ റബ്ബേ, വശളാക്കല്ലേ റബ്ബേ, വശളാക്കല്ലേ അല്ലാഹ്. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാഹ്. ഈമാനേറ്റിത്തരണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് നിന്റെ പൊരുത്തത്തോടെ മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ റഹ്മാനേ. കടക്കാരായി ഞങ്ങളെ ഒരാളെയും മരിപ്പിക്കല്ലേ റബ്ബേ. പലവിധ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ ഞങ്ങളെ മജ്‌ലിസിലുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പുന്നാര ഉമ്മയടക്കം ഞങ്ങളെ മാതാപിതാക്കൾ പലരും രോഗികളാണ്. അല്ലാഹുവേ ഞങ്ങളെ ഉസ്താദുമാരെ അറിവിന്നിലാവ് കാണുന്ന കേൾക്കുന്ന കുടുംബങ്ങൾ പലരും രോഗികളാണ്. ഞങ്ങളെ സിറാറെന്ന കൂട്ടുകാരനടക്കം പല കൂട്ടുകാരും പലവിധ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. അല്ലാഹ് നീ റഹ്മാനല്ലയോ, നീ റഹീമല്ലേ. നിന്റെ ഖജനാവ് വിശാലമാണ്, നിന്റെ റഹ്മത്ത് വിശാലമാണ്. അല്ലാഹ് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ബോധം തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ വേദനകളും റബ്ബേ നീ മാറ്റിത്തരണമല്ലാഹ്. എല്ലാവിധ കടച്ചിലുകളും റബ്ബേ നീ മാറ്റിത്തരണമല്ലാഹ്. എല്ലാവിധ രോഗങ്ങളും റബ്ബേ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവിധ അസുഖങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ക്യാൻസർ മാറ്റിത്തരണമല്ലാഹ്. ട്യൂമർ മാറ്റിത്തരണമല്ലാഹ്. കിഡ്നി തകരാറിലായത് മാറ്റിത്തരണമല്ലാഹ്. ഹാർട്ടിന് ഹോൾസ് വന്നത് മാറ്റിത്തരണമല്ലാഹ്. ലിവറിന് പ്രോബ്ലം വന്നത് മാറ്റിത്തരണേ അല്ലാഹ്. മജ്ജക്ക് പ്രോബ്ലം വന്നത് മാറ്റിത്തരണേ അല്ലാഹ്. പടച്ചവരെ ഞങ്ങളെ അസുഖങ്ങളൊക്കെ നിനക്കറിയാലോ, ഞങ്ങളെ വേദനകളെ നിനക്കറിയാലോ, ഞങ്ങളെ കടച്ചുകളെ നിനക്കറിയാലോ. റബ്ബനാനി ശിഫ തരണേ അല്ലാഹ്. ഉമ്മയടക്കം സിറാർക്കയടക്കം ബോധമില്ലാതെ കിടക്കുന്ന ഞങ്ങളിൽ പലരുമുണ്ട് അല്ലാഹ്. റബ്ബേ നീ ബോധം തിരിച്ചു നൽകണേ അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ വേദനകളെ നീ മാറ്റണേ റഹ്മാനേ. ഞങ്ങളെ വേദനകളെ നീ മാറ്റണേ റഹ്മാനേ. ഞങ്ങളെ വേദനകളെ നീ മാറ്റണേ റഹ്മാനേ. ഞങ്ങളെ കടച്ചിലുകളെ നീ മാറ്റണേ റഹ്മാനേ.
നീ തന്ന കണ്ണിന്റെ കാഴ്ച നീ നിലനിർത്തണേ അല്ലാ. കാതിന് കേൾവി ശക്തി തരണേ അല്ലാ. കൈകാലുകൾക്ക് കമ്പിയിട്ട് കിടക്കുന്നവന്, ചലനമില്ലാതെ കിടക്കുന്നവന്, ഭക്ഷണത്തിന് ട്യൂബിട്ട് കിടക്കുന്നവര്, മലമൂത്ര വിസർജനത്തിന് ട്യൂബിട്ട് കിടക്കുന്നവര്, കുഴഞ്ഞുപോയവര്, തളർന്നു കിടക്കുന്നവര്, അല്ലാഹുവേ നീ അവർക്കെല്ലാം ശിഫാഅ് നൽകണേ. നീ അവർക്കെല്ലാം ആഫിയത്ത് നൽകണേ. നീ അവർക്കെല്ലാം റാഹത്ത് നൽകണേ നാഥാ. ഹോസ്പിറ്റലും വീട്ടിലും സുഖമില്ലാതെ കഴിയുന്നവനുണ്ട്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. നീ ശിഫ കൊടുക്കണേ അല്ലാ. നീ ശിഫ കൊടുക്കണേ അല്ലാ. നീ ശിഫ കൊടുക്കണേ റഹ്മാനേ. യാ റബ്ബ് യാ അല്ലാഹ്. ഞങ്ങളെ കൂട്ടത്തില് സംസാരശേഷിയില്ലാത്തവനുണ്ട്. അല്ലാഹുവേ നടക്കാൻ കഴിയാത്ത കുഞ്ഞു മക്കളുണ്ട്, പ്രായമുള്ളവനുണ്ട്. അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്തേക്ക് നീ അവരെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനേ, കല്യാണം റെഡിയാവാതെ വിഷമിക്കുന്ന ഞങ്ങളെ സഹോദര സഹോദരിമാര് അല്ലാഹ്, ഈ മജ്ലിസിൽ അവരെ പങ്കെടുത്ത ബറക്കത്ത് കൊണ്ട് നല്ല ഖൈറായ കുടുംബത്തിൽ നിന്ന് ഖൈറായ ഇണകളെ കൊണ്ട് നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖൈറായ ഇണകളെ നൽകിയിട്ട് നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഞങ്ങളെ സഹോദര സഹോദരിമാരെ റബ്ബേ നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹായ മക്കളെ കൊടുക്കണേ, സ്വാലിഹായ മക്കളെ കൊടുക്കണേ, സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ റഹ്മാനെ. പ്രസവത്തിന്റെ ഡേറ്റ് എടുത്തവരുണ്ട് അല്ലാഹ്. ലേബർ റൂമിൽ കിടക്കുന്ന സഹോദരിമാരുണ്ട്. എല്ലാവർക്കും റാഹത്തോടെ സുഖപ്രസവത്തിലൂടെ നല്ല മക്കളെ കൊടുക്ക റബ്ബേ. അല്ലാഹുവേ ഹോസ്പിറ്റലിൽ നിന്ന് അറിവിന്നിലാമ കേൾക്കുന്നവന് അല്ലാഹുവേ നീ അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. വീട്ടിലിരുന്ന് അറിവിന്നിലാമ കേൾക്കുന്നവര് അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തിൽ നീ ബർക്കത്ത് നൽകണേ. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ബർക്കത്ത് നൽകണേ. ഞങ്ങളെ ഭാര്യമാർക്ക് ബർക്കത്ത് നൽകണേ. ഞങ്ങളെ മക്കൾക്ക് ബർക്കത്ത് നൽകണേ. ഞങ്ങളെ മരുമക്കൾക്ക് ബർക്കത്ത് നൽകണേ. ഞങ്ങളെ പേരമക്കൾക്ക് ബർക്കത്ത് നൽകണേ. അറിവിന്നിലാവ് കുടുംബങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണം അല്ലാഹ്. അറിവിന്നിലാവ് കുടുംബങ്ങൾക്ക് ഐശ്വര്യം ചൊരിയണം അല്ലാഹ്. അറിവിന്നിലാവ് കുടുംബങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ദിശ കൊണ്ട് പടച്ചവനെ എല്ലാവിധ ഷർറുകളും നീ ബാത്തിലാക്ക് അല്ലാഹ്. സിഹ്റുകൾ നീ ബാത്തിലാക്കണേ. കണ്ണേറുകൾ ബാത്തിലാക്കണേ. നാപ്പോരുകൾ ബാത്തിലാക്കണേ. എല്ലാ ഷർറുകളും നീ ബാത്തിലാക്കി തരണം അല്ലാഹ്. എല്ലാ ഷർറുകളും നീ ബാത്തിലാക്കി തരണം അല്ലാഹ്. എല്ലാ ഷർറുകളും നീ ബാത്തിലാക്കി തരണം അല്ലാഹ്. ഒരു ചതിവലയിലും ഞങ്ങളെ വീത്തല്ലേ, ഒരാളെ കെണിവലയിലും ഞങ്ങളെ വീത്തല്ലേ, ഒരു ശത്രുവിന്റെ മുമ്പിലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ, ഒരാളെ ചതിവലയിലും ഞങ്ങളെ വീത്തല്ലേ നാദാ. എല്ലാ ശത്രുക്കളുടെ ശർറും, എല്ലാ ചതിയന്മാരുടെ ചതികളും, എല്ലാ ഹാസദീങ്ങളുടെ ഹാസദും, എല്ലാ കിബറന്മാരുടെ കിബറും, ഗൈബത്തുകാരുടെ, നമീമത്തുകാരുടെ, ഫസാദുകാരുടെ, ചതിയന്മാരുടെ അവിടെയും ഇവിടെയും പോയി കുറ്റവും കുറവും പറഞ്ഞിട്ട് ഞങ്ങളെ മോശക്കാരാക്കുന്നവരുടെ എല്ലാവരുടെ ഫിത്നയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്.
ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങളെ നാവ് കൊണ്ട് ഒരാളെ കുറ്റം പറയുന്നൊരവസ്ഥ തരല്ലേ റബ്ബേ. ഞങ്ങളെ മനസ്സിൽ ആരോടും വെറുപ്പ് തരല്ലേ അല്ലാ, ഞങ്ങളെ മനസ്സിൽ ആരോടും വെറുപ്പ് തരല്ലേ അല്ലാ. പടച്ചവനെ, നിന്റെ പൊരുത്തമില്ലാത്തൊരു വാക്ക് ഞങ്ങളെ നാവിലൂടെ നീ വരുത്തല്ല. നിന്റെ പൊരുത്തമില്ലാത്തൊരു പ്രവർത്തനം വന്നു പോയിട്ടുണ്ട്, മാപ്പാക്കണേ. ഇനി മരണം വരെ ഞങ്ങളെ ജീവിതത്തിലെ അങ്ങനത്തെ ഒരു പ്രവർത്തനവും നീ വരുത്തിക്കളയല്ലേ അല്ലാ. സ്നേഹവീടിന് കാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിച്ചവരെ റബ്ബേ നീ അവരെ സഹായിക്കണേ. ഇപ്പോഴും നൽകുന്നവരെ അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ പഠനം നീ ബറക്കത്ത് നൽകണേ, നല്ല മിടുക്കരാക്കണേ. പരീക്ഷകളിൽ വിജയം നൽകണേ, കോളേജുകളിൽ സീറ്റ് നൽകണേ, ഇന്റർവ്യൂ വിജയിപ്പിക്കണേ, എക്സാമിൽ വിജയം നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാഹ്, ആരെല്ലാം ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ധാരാളം പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹ് റബ്ബേ, ഞങ്ങൾ അവർക്കെല്ലാവർക്കും വേണ്ടി നിന്നോട് ചോദിക്കുകയാണ്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله മുഅ്മിനീങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ ചൊല്ല മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് മാറ്റങ്ങൾ വന്നോളും, സാവകാശം ഇൻഷാ അല്ലാഹ് മാറ്റങ്ങൾ വന്നു തുടങ്ങിക്കോളും. അല്ലാഹു കാമിലായ ശിഫാ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ, പരിപൂർണമായ ശിഫാ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമ്മാക്കും സിറാർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനും എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം. ദുആയിലുണ്ട് എങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവർക്ക് നമ്മുടെ വിശുദ്ധമായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, നമ്മൾ ചൊല്ലാൻ പോകുന്ന തവസ്സുൽ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് എങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ആ മാറ്റം അല്ലാഹു പരിപൂർണതയിലേക്ക് എത്തിക്കട്ടെ. ആ മാറ്റം റബ്ബ് പരിപൂർണതയിലെത്തിക്കട്ടെ. ആ മാറ്റങ്ങള് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, എല്ലാവരുടെ ദുആന്റെ ബർക്കത്ത് കൊണ്ടാണ്, എല്ലാവരുടെ ദുആന്റെ ബർക്കത്ത് കൊണ്ടാണ് അത്ഭുതകരമായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു മാറ്റങ്ങളാണെങ്കിലും ഉണ്ടാകുന്നത്. ഇൻഷാ അല്ലാഹ് കാമിലായ ശിഫാഹ് അല്ലാഹു നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെ രോഗങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് തവസ്സുൽ ബൈത്ത് ചൊല്ലാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് മടവൂർ ശൈഖുനാന്റെ ഹളറത്തിലേക്ക് എല്ലാവരും ഫാത്തിഹ ഓതി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر علي ربنا صلى وسلم كل آلات على أحمد الهادي وآله والصحاب والولين ندعو ربنا الكريم في تبسل واستغاثات بقرة عيننا مدبور ولي قد رجونا نصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي إننا نأتي إليكم للإزاغة ما بنا شدة ضعافتي شيخنا مدبور ولي ليس خسران لمن آتى إليكم طالبا بل بمطلوب له قد فاز يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجن ماردي أذهبا ونجنا يا قطبنا مدبور ولي كم كربات كشفتم عن أسيري تائه فاكشفا عنا ودايا شيخنا مدبور ولي فرجا عنا الأذى وكل ما يغيبنا في الدنيا وفي المعاد شيخنا مدبور ولي كنت كغفا حاميا لمن أتاكم لاجئا كنت فينا ناصريا سيدي مدبور ولي أعطنا منك الإغاثة عند كل هولنا صب فينا الأمن منكم شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أستاذ لنا أم شيخنا فما لنا منه واسبك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مأمولنا وارغمنا دائما يا
شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالات بحق شيخنا مدبور ولي آتنا أمنا عظيما وسرورا إذ يجي مالك الموت بحق شيخنا مدبور ولي حسبي ربي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله سلما سلامنا من اللعين وشره حال فرقة راهنا بل أسعدنا بالبلي بشرنا بالجنان باليقين آتنا كلمة التوحيد صالحين بمدبور ولي وفقنا لجواب المالكين بالرضا كلنا رغماننا بشيخنا مدبور ولي رب سلم يوم بعثتنا غدا للموقف خففا حسابنا بشيخنا مدبور ولي رب سلم هذه الأمة أنزل القدم حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي رب صل على الرسول سيد الرسل الكرام من سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله എല്ലാവരും രണ്ട് കൈയിലോന്ന് കണ്ണും മുഖവും തടവിയേ അല്ലാഹുവേ ഈ വിശുദ്ധമായ മജ്ലിസിൽ നിന്ന് ഞങ്ങൾ ചൊല്ലിയ തഹ്ലീൽ ഞങ്ങൾ ചൊല്ലിയ തവസ്സുൽ മൈത്തിനെ നീ ഖബൂലാക്കണേ അല്ലാഹ് ഖുത്ബുൽ ആലം മടവൂർ ശൈഖുനാ അവിടുത്തെ തിരുഹളറത്തിലേക്ക് നിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് ഈ മുഅ്മിനീങ്ങളെല്ലാം മഹാനരായ മടവൂർ ശൈഖുനാനെ സ്നേഹിക്കുന്നവരാണ് ശൈഖുനാനെ ഇഷ്ടപ്പെടുന്നവരാണ് ശൈഖുനാനെ തവസ്സുൽ മൈത്ത് ചൊല്ലുന്നവരാണ് ശൈഖുനാനെ തവസ്സുൽ മൈത്ത് കാണാതെ പഠിച്ചവരാണ് ചെറുപ്പക്കാരാ പെങ്ങളെ ഖുത്ബുൽ ആലം ശൈഖുനാനെ തവസ്സുൽ മൈത്ത് നിങ്ങളെ കാണാതെ പഠിക്കുക അത് എല്ലാ ദിവസവും ചൊല്ലുക നമുക്ക് അല്ലാഹു അത് വലിയൊരു കാവലാക്കി തരട്ടെ നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ നമ്മുടെ വിഷമങ്ങൾക്ക് അല്ലാഹു പരിഹാരം തരട്ടെ നമ്മുടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു സലാമത്ത് തരട്ടെ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അറിവിന്നിലാവ് കാണുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങൾ അറിവിന്നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങൾ അല്ലാഹ് പടച്ചവനേ അല്ലാഹുവേ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയോ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയോ
ഞങ്ങളെ പ്രിയപ്പെട്ട അറിവിന്നിലാവ് കണ്ടിരുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, കുഞ്ഞിപ്പ ഉസ്താദടക്കം അറിവിന്നിലാവ് കേട്ടിരുന്ന ആരൊക്കെ മരിച്ചുപോയോ അവർക്കെല്ലാം ഈ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ആ ഖബറുകളെല്ലാം നീ വിശാലമാക്കണേ അല്ലാഹ്. ആ ഖബറുകളെല്ലാം നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട അറിവിന്നിലാവിന്റെ കുടുംബങ്ങള് ഞങ്ങൾക്ക് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യുമല്ലോ, ഞങ്ങൾക്ക് വേണ്ടി അറിവിന്നിലാവ് കുടുംബങ്ങൾ ആമീൻ പറയുമല്ലോ എന്ന പ്രതീക്ഷയോടെ ഖബറിന്റെ അകത്ത് കഴിയുന്ന ഞങ്ങളെ സഹോദര സഹോദരിമാരുണ്ട്, ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബങ്ങളുണ്ട്. ആരെല്ലാം നാട്ടിലും ഗൾഫിലും മരിച്ചു കിടക്കുന്നുണ്ടോ അവരുടെ ഖബറുകളെല്ലാം നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗീയ ലോകത്തെ അവരെയും ഞങ്ങളെയും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. എത്രയോ വലിയുമ്മമാരെ അൽഹംദുലില്ലാഹ് ഇശാ മഗ്രിബിന്റെ കടയിൽ യാസീൻ ഓതാൻ ഇവർക്ക് ഭാഗ്യം കിട്ടിയല്ലോ റബ്ബേ. ഇന്നലെ ഞങ്ങൾക്ക് സമയം കുറച്ച് വൈകിപ്പോയി, പക്ഷേ ഉസ്താദ് വരുന്നത് വരെ യാസീൻ എടുത്ത് ഓതുന്നത് വരെ ഈ മജ്ലിസിൽ അവർ ഇരുന്നിരുന്നു. അല്ലാഹ് ഇന്ന് ഞങ്ങളെ മജ്ലിസിൽ അല്ലാഹുവേ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളെ മജ്ലിസിൽ ഇരുന്ന് യാസീൻ ഓതിയ ഞങ്ങളെ വലിയ ഉമ്മമാരെ, യാസീൻ ഓതിയ ഞങ്ങളെ വലിയ ഉപ്പമാരെ, ഞങ്ങളെ ഉമ്മമാരെ, ബാപ്പമാരെ, ഞങ്ങളെ സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട മക്കളെ, മരുമക്കളെ, പേരമക്കളെ, പ്രവാസികളെ, നാട്ടുകാരെ, ചെറുപ്പക്കാരികൾ, ഞങ്ങളെപ്പോലെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഈ പവിത്രമായ മജ്ലിസ് വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അവരുടെ എല്ലാവരുടെ മനസ്സിന്റെ അകത്തുള്ള ഖൈറായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ മനസ്സിന്റെ അകത്തുള്ള എല്ലാ വശങ്ങളും അല്ലാഹുവേ നീ സലാമത്താക്കണേ അല്ലാഹ്. നീ സലാമത്താക്കണേ അല്ലാഹ്. നീ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയടക്കം പടച്ചവനെ ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരെ റബ്ബേ, ഞങ്ങളെ സിറാർക്ക് എന്ന കൂട്ടുകാരനടക്കം ഞങ്ങളെ പ്രിയപ്പെട്ടവരെ പലരും ഹോസ്പിറ്റലിൽ വീട്ടിലും സുഖമില്ലാതെ കഴിയുകയാണ്. ഞങ്ങളെ ഉമ്മമാർക്ക് പലർക്കും സുഖമില്ല നാഥാ. ഞങ്ങളെ ഉപ്പമാർക്ക് പലർക്കും സുഖമില്ല നാഥാ. ഞങ്ങളെ സഹോദര സഹോദരിമാർക്ക് പലർക്കും സുഖമില്ല റബ്ബേ. പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ്, പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്, പല അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ യാസീന് കബൂലാക്കി, ഞങ്ങൾ ഓതിയ മുൽക്ക് കബൂലാക്കി, ഞങ്ങൾ ഓതിയ വാക്കിയ കബൂലാക്കി. അല്ലാഹ് അവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാഹ്. ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. അൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ, മാഹുവ ശിഫാ, അതിൽ ശിഫ ഉണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് മരുന്നാണ്. എല്ലാ ഔഷധങ്ങളും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും എല്ലാ രോഗത്തിനുമുള്ള മരുന്നാണ് വിശുദ്ധമായ ഖുർആൻ. അത് ഖുർആന് തന്നെ പറഞ്ഞതാണ്.
അത് വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. എല്ലാവിധ രോഗങ്ങൾക്കും എല്ലാവിധ വിഷമങ്ങൾക്കും ഔഷധമാണ് ഖുർആൻ. ആ ഖുർആനോദി ഞങ്ങളെ ചോദിക്കുന്നു അല്ലാഹ്, ആ ഖുർആനോദി ഞങ്ങളെ ചോദിക്കുന്നു അല്ലാഹ്, നീ ശിഫ നൽകണേ 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 അല്ലാഹ്. എത്ര വലിയ രോഗമാണെങ്കിലും റബ്ബനാ നീയല്ലേ ശിഫയാക്കുന്നവൻ. ഖുത്ബുൽ-ആലം മടവൂർ ശൈഖുനാന്റെ കറാമത്ത് കൊണ്ട് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിലെ ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാതെ, വെള്ളമില്ലാതെ, പാർക്കാനൊരു കൂടയില്ലാതെ, ഒരു വീടില്ലാതെ, ജോലിയില്ലാതെ, കടങ്ങളെ വീട്ടാനൊരു വകുപ്പില്ലാതെ, കഷ്ടതകളും യാതനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവനുണ്ട്. അല്ലാഹ്, ഞങ്ങളെ ചോദിക്കുകയാണ് അവരുടെ എല്ലാവരുടെ സങ്കടങ്ങളും അവരുടെ എല്ലാവരുടെ വിഷമങ്ങളും അവരുടെ എല്ലാവരുടെ പ്രയാസങ്ങളും റബ്ബനാ നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്, നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്, നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ വിശുദ്ധമായ മജ്‌ലിസിൽ ഇരുന്ന് ഞങ്ങളെ ചോദിക്കുന്നു, ഞങ്ങളെ അറിവിന്നിലാവില്ല പ്രിയപ്പെട്ട കുടുംബങ്ങളെ, എത്ര ഉമ്മമാരാണ് ഉപ്പമാരാണ് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നവരെ റബ്ബേ, ഇത് കേൾക്കാതെ അവരെ ഉറങ്ങൂല. എത്ര തിരക്കുണ്ടെങ്കിലും അവര് ഞങ്ങളെ മജ്‌ലിസിനെ കേൾക്കുമായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും അവര് ഞങ്ങളെ മജ്‌ലിസിനെ ലൈവായിട്ടും ഇനി ലൈവായിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലൈവ് കഴിഞ്ഞാലും കേൾക്കുമായിരുന്നു. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, നീ എല്ലാവർക്കും ഖൈറ് നൽകണേ റഹ്മാനെ, എല്ലാവർക്കും ബറക്കത്ത് നൽകണേ റഹ്മാനെ, എല്ലാവർക്കും റഹ്മത്ത് നൽകണേ റഹ്മാനെ, എല്ലാവർക്കും സന്തോഷം നൽകണേ റഹ്മാനെ, എല്ലാവർക്കും ഖൈറ് നൽകണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെ വീട്ടിൽ നീ ഐശ്വര്യം നൽകണേ. ഞങ്ങളെ വീട് എന്നും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ ഓതുന്ന വീടാണ് റബ്ബേ. ഇനി ഓതാൻ പറ്റാത്ത ദിവസങ്ങളാണെങ്കിൽ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവർക്കൊരു പക്ഷേ ഓതാൻ പറ്റാത്ത സമയമാണെങ്കിൽ TV തുറന്ന് വെച്ചവർ അറിവിന്നിലാവ് വീട്ടിൽ കേൾക്കും. നാദാ, മൊബൈൽ തുറന്ന് വെച്ച് അറിവിന്നിലാവ് കേട്ട് അവിടെ വെള്ളം വെക്കും. നാദാ, ആ വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം ആ വീട്ടിൽ കേൾക്കുന്ന ബറക്കത്ത് കൊണ്ട്, അതെല്ലാം ഓതുന്ന ബറക്കത്ത് കൊണ്ട് റബ്ബേ, സംസാരിക്കാൻ കഴിയാത്ത ഉമ്മമാരുണ്ട്, നടക്കാൻ കഴിയാത്ത ഉമ്മമാരുണ്ട്. അവര് വിശുദ്ധമായ ഖുർആന് ഞങ്ങളെ കൂടെ മനസ്സുകൊണ്ട് എങ്ങനെ കേട്ടിരിക്കുകയാണ്. അല്ലാഹ് റബ്ബേ, അവർക്കെല്ലാം ഖുർആനിന്റെ ബറക്കത്ത് നൽകണേ നാദാ, ഖുർആനിന്റെ കാവല് നൽകണേ നാദാ, ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആ
കുടുംബത്തിൽ നിന്നും ഒരുമ നൽകണേ നാഥാ. ആ കുടുംബത്തിൽ നിന്നും ഐശ്വര്യം നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ നിന്നും ബറക്കത്ത് നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ നിന്നും ഖൈർ നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ നിന്നും സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. എങ്ങനെയാ ഞങ്ങളെ മറക്കുന്നത്? ഇന്നലെ വരെ ഈ മജ്ലിസിൽ ഇരുന്ന ഉമ്മാനെ ഞങ്ങളെ മറക്കൂല. ഇന്നലെ വരെ ഞങ്ങളെ മജ്ലിസിൽ ഇരുന്ന ഉപ്പാനെ ഞങ്ങളെ മറക്കൂല. ഇന്നലെ വരെ ഈ മജ്ലിസ് കേട്ട ഞങ്ങളെ പ്രിയപ്പെട്ടവരെ ഇന്നവരെ ഖബറിൽ ഉറങ്ങുന്നുണ്ട് അല്ലാ. 26-ാം തീയതി ജനസാഗരങ്ങളെ പങ്കെടുത്ത അറിവിന്നിലാവിന്റെ കണ്ണെത്താ ദൂരത്ത് ഒരുമിച്ച് കൂടിയ എത്ര പതിനായിരങ്ങളെ കേരളത്തിന്റെ അകത്തും പുറത്തുമെന്ന് ഞങ്ങളെ നാട്ടിലേക്ക് ഞങ്ങളെ 26-ാം തീയതി ഓഫീസ് ഉദ്ഘാടനത്തിലേക്ക് അത്ഭുതത്തോടെ ഒഴുകി വന്നല്ലോ. എന്നവരിൽ പലരും മരിച്ചു പോയിട്ടുണ്ട് നാഥാ. ഞാൻ മരിച്ചാലും ദുആർക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തവര് പലരും മരിച്ചു പോയിട്ടുണ്ട് അല്ലാ. പടച്ചവനെ, ഞങ്ങളെ മജ്ലിസ് എവിടെ നടന്നാലും ഞങ്ങളെ എവിടെ വരുമ്പോഴും അവിടെയെല്ലാം എന്ന് ദുആർക്കണമെന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തു പോയ പലരും മരിച്ചുപോയി അല്ലാ. അവരെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. അവരെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. ഈ മജ്ലിസ് എന്ന് മാത്രമല്ല, എല്ലാ മജ്ലിസിന്റെ പ്രതിഫലവും അവരുടെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാ. ആ ഖബറിനെ വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗം നൽകണേ റഹ്മാനെ. സ്വർഗത്തിന്റെ പൂന്തോപ്പാക്ക് റബ്ബേ. നാളെ ഒരു പക്ഷേ ഞങ്ങളും ഖബറിൽ കിടക്കുമ്പോ ഈ മജ്ലിസിൽ നിന്നുള്ള ദുആ ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് തന്നെ ഒരു ദിവസവും ഒഴിവില്ലാതെ ഇശാ മഗ്രിബിന്റെ കടയിൽ 10,000 കൂടെ യാസീനോദിക്കോളി ഉമ്മമാരെ. 10,000 കൂടെ മുൽക്ക് സൂറത്തോദിക്കോളി ഉമ്മമാരെ. 10,000 കൂടെ വാക്കിയ സൂറത്തോദിക്കോളി ഉമ്മമാരെ. കുറ്റം പറയുന്നവർക്കൊന്നും ഇത് കിട്ടൂല. അവർക്ക് ആ കുറ്റം പറച്ചില് മാത്രം കിട്ടുകയുള്ളൂ. നമ്മൾ ആരെയും പറയാനും പോവണ്ട, നമ്മൾ ഒന്നിനും പോവണ്ട. നമ്മളെ നന്മക്ക് വേണ്ടി മാത്രം സംസാരിക്കുക, നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം കേൾക്കുക. ആരെയും വേദനിപ്പിക്കാതെ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവന്മാരായി നമ്മളെ മാറണം. ഇശാ മഗ്രിബിന്റെ ഇടയിൽ വെറുതെ സുറ പറഞ്ഞിരിക്കാതെ 10,000 കൂടെ വിശുദ്ധമായ ഖുർആനോത്തിൽ പങ്കെടുക്കാൻ അല്ലാഹു മരണം വരെ അല്ലാഹ് നമുക്ക് ഈ ഭാഗ്യം തരട്ടെ. മരണം വരെ അല്ലാഹ് നമുക്ക് ഈ ഭാഗ്യം തരട്ടെ. മരിക്കുന്നത് വരെ ഈ മജ്ലിസിൽ പങ്കെടുത്ത് മരിച്ചുപോയവരില്ലേ, അല്ലാഹു അവരെ ഖബർ ജീവിതം സ്വർഗ ജീവിതമാക്കി കൊടുക്കട്ടെ. അല്ലാ, ഞങ്ങളെ അറിവിന്നിലാവിന്റെ ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കണേ. ഞങ്ങളെ അറിവിന്നിലാവിന്റെ ഉപ്പമാർക്ക് സ്വർഗം കൊടുക്കണേ. ഞങ്ങളെ ജീവിതം നല്ല ജീവിതമാക്കി തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.